1997 ജനുവരി തൊട്ട് ഇന്നലത്തെ കണക്ക് വരെ എടുത്താൽ ഒരു 826 മനുഷ്യർ ഈ ഉത്സവ സ്ഥലത്തെ ആനകളുടെ പ്രതിഷേധം മൂലം മരണപ്പെട്ടിട്ടുണ്ട്. പിന്നൊരു 4000-ലധികം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇതിൽ പകുതി ആളുകൾ ഇപ്പോൾ ശരീരമാനക്കിണങ്ങിയ പരസഹായം വേണമെന്നുള്ള അവസ്ഥയിൽ പല സ്ഥലത്തും കിടക്കുന്നുണ്ട്. ആനയുടെ ശരീരത്തിൽ സ്ഥിരമായിട്ട് മുറിവുണ്ടാക്കുക എന്നുള്ളതാണ് ഈ ആനകളെ മെരുക്കി കൊണ്ടു കിടക്കാനായിട്ട് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്നൊരു പ്രവൃത്തി. അപ്പം ഒരു 15 ആന എഴുന്നള്ളിക്കുന്ന ഒരു അമ്പലത്തിൽ ഒരാനേനെ ഒരു ദിവസം എഴുന്നള്ളിക്കാൻ 10,000 രൂപ എന്നുള്ള നിരക്കിൽ ഇവർ വീട് കയറി പിരിക്കുമ്പോൾ ഇവർ പറയണത് 10,000 രൂപ എന്നാലും നിങ്ങളുടെ പേർക്ക് ഞങ്ങൾ ആനയെ എഴുന്നള്ളിക്കുന്നത് ഞങ്ങൾ പരസ്യം ചെയ്യും, നോട്ടീസിലെഴുതും, ഫേസ്ബുക്കിലൊക്കെ കൊടുക്കും. പിന്നെ നിങ്ങൾ ആനയെ എഴുന്നള്ളിക്കാൻ പണം തന്നാൽ നിങ്ങളുടെ വീട്ടിൽ 1000 ആരോഗ്യ സൗഖ്യം ഉണ്ടാവും, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൂടും, പെൺകുട്ടികൾക്ക് കല്യാണം കഴിയും, ആൺകുട്ടികൾക്ക് നല്ല വധുക്കളെ ലഭിക്കും, നിങ്ങൾ 1000 ആരോഗ്യ സൗഖ്യപ്രകാരം നെടുനാൾ ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവർ പല ആൾക്കാർക്കും മെയിൽ അയച്ചും വാട്സപ്പിൽ മെസ്സേജ് അയച്ചും ഇവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാത്ത വിദേശങ്ങളിലുള്ള പല മനുഷ്യന്മാരും ഇതിനു വേണ്ടി പൈസ കൊടുക്കുന്നു. ഈ ആനകളെ ഉപയോഗിച്ച് ഭീകരമായിട്ടുള്ള പണപ്പിരിവ് നടത്തി അതിൻ്റെ മുകളിൽ ലക്ഷങ്ങൾ സമ്പാദിച്ച് കോടികളെ ലാഭം ഉണ്ടാക്കിയ ആളുകളാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരും അവർക്ക് പിന്തുണ പാടുന്ന ഇവിടുത്തെ ഉത്സവ സംഘാടകർ. ഇത് രണ്ടാം നിഷേധ ബന്ധമാണ്. ആറാട്ട് ദിവസം ഇതെല്ലാം ലംഘിച്ച് ഒരു ജഡ്ജിയുടെ മുന്നിൽ ഈ ഉത്സവ സംഘാടകർ ഈ പൂരം നടത്തിയ വാർത്തയാണ് വന്നിട്ടുള്ളത്. അതിന് പോലീസുകാർ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു. നിയമപ്രകാരം ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിന് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി അതിനൊരു ജഡ്ജി സാക്ഷിയായിട്ടുള്ളൊരു പടമാണെന്ന് എറണാകുളത്തെ എല്ലാ പത്രങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെന്താണ് കാണിക്കുന്നത്? ഉത്സവത്തിനനുബന്ധിച്ച് ആനപീഡനത്തിനെതിരെ ആരെന്ത് നിയമം കൊണ്ടുവന്നാലും അത് ഞങ്ങൾക്കൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിൽ ഉത്സവ സംഘാടകർ പരസ്യമായി ലംഘിക്കും.